കുറച്ച് ലക്ഷദ്വീപ് വിശേഷങ്ങളായാലോ. സമയം 6:30 ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. ഒരു ആഡ് സ്റ്റോപ്പ് ഇട്ട് ദൈവനെയും ബുക്ക് ചെയ്യും. 9:05 അലയൻസ് എയർ ഫ്ലൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നേരത്തെ വെബ് ചെക്കിനൊക്കെ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഫേസും ബോർഡിംഗ് പാസ്സും ആക്ച്വലി സ്കാൻ ചെയ്ത് വേഗം അകത്ത് കയറി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് എസ്പ്രസോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് അവിടെ ഉണ്ട്, അവിടെ നമ്മൾ പാഴ്സൽ എടുത്തു. കൂടെ വരുന്ന ഫ്രണ്ട്സിനെയും ഈ പാക്കേജിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് മീറ്റ് ചെയ്തായിരുന്നു. ഫ്ലൈറ്റ് ഒക്കെ ഓൺ ടൈം ആയിരുന്നു. പിന്നെ വെബ് ചെക്കിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട് റോ സീറ്റ്സ് ബുക്ക് ചെയ്തത് 500 റുപ്പീസാണ് എക്സ്ട്രാ ആയത്. അതുകൊണ്ട് സീറ്റ്സ് ഒക്കെ കംഫർട്ടബിളാണ്, ബട്ട് വിൻഡോ ഗ്ലാസ് അത്ര നീറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് ലാൻഡിങ്ങിനെ ഒന്നും കിട്ടിയില്ല. 5000 റുപ്പീസിന് ലക്ഷദ്വീപ് വരെ എത്തിച്ചല്ലോ എന്നായിരിക്കും. എനിവേ 1 hour ജേർണിയേ ഉള്ളൂ, വേഗം എത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആക്ച്വലി ആ വ്യൂ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. വിശാലമായ പറമ്പും ഒരു എൻഡ്ലെസ് ബീച്ചും. നമ്മൾ വീട്ടുമുറ്റത്ത് നിന്ന് അകത്തേക്ക് കയറുന്ന പോലെ ഇമിഗ്രേഷനിലേക്ക് പോയത്. നമ്മുടെ പെർമിറ്റും ID കാർഡും ചെക്ക് ചെയ്ത ഇമിഗ്രേഷൻ കഴിഞ്ഞു. പിന്നെ ഇത് കാർ പാർക്കിങ്ങിൻ്റെ ബാക്ക് ഏരിയ കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ പോകുമ്പോൾ നമുക്ക് 2 സൈഡിലും ബീച്ച് കാണാം. റൈറ്റ് സൈഡിലെ ഷാലോ ആയിട്ടുള്ള ബീച്ചും ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി ഡീപ്പ് സീ ആണ്. അകത്തെ ഐലൻഡ് ആക്ച്വലി നീളത്തിൽ കിടക്കുന്ന ഒരു ഐലൻഡാണ്. എയർപോർട്ട് ഒരു എൻഡിലും ഞങ്ങളുടെ ഹോം സ്റ്റേ മറ്റേ എൻഡിലായിരുന്നു. ഓപ്പോസിറ്റ് സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ജ്യൂസും സ്നാക്സും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഒപ്പിച്ചു. ആ കാണുന്നതാണ് ലഗൂൺ ബീച്ച്. ബ്യൂട്ടിഫുൾ ആണ്. അടുത്ത വ്ളോഗിൽ അത് കാണാം. അപ്പോൾ ബൈ.